റൈനോപ്ലാസ്റ്റി പോലത്തെ ഒരു സർജറി സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ മൂവി ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ മാത്രമാണോ ചെയ്യാറ്? ഇത് ഒരു സാധാരണ വരുന്ന ഒരു തെറ്റായ ധാരണയാണ്. യെസ്, സെലിബ്രിറ്റീസ് ചെയ്യും, പക്ഷേ ഓൾ ഓവർ ദ വേൾഡ്, ഇൻക്ലൂഡിങ് കേരള, ഇൻക്ലൂഡിങ് ഇന്ത്യ, കോമൺ മിഡിൽ ക്ലാസ് മാൻ ഓർ വുമൺ ആണ് ചെയ്യുന്നത്. എഗെയിൻ റൈനോപ്ലാസ്റ്റി നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ആൾ മെച്യൂറായിരിക്കണം, അഡൽട്ടായിരിക്കണം. ഇത് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ആൾക്ക് ആ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള മെച്യൂരിറ്റി വേണം. അതായത് എനിക്ക് റൈനോപ്ലാസ്റ്റി വേണം എന്നുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് മെച്യൂരിറ്റി വേണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് വേണ്ടി ആയിരിക്കണം. മറ്റൊരാൾക്ക് വേണ്ടി ഒരിക്കലും ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, കല്യാണം കഴിച്ച ഉടനെ ഭാര്യയും ഭർത്താവും കൂടെ വരും. ഭർത്താവ് ഭാര്യയുടെ മൂക്ക് നന്നാക്കാനായിട്ടാണ് വരുന്നത്. മിക്കവാറും ആ ഭർത്താവിൻ്റെ മൂക്ക് ഭാര്യയെക്കാളും വളരെ മോശമായിരിക്കും. ഈ പറഞ്ഞു തുടങ്ങുമ്പം നമുക്ക് ഈ പെൺകുട്ടിയുടെ മുഖം നോക്കുമ്പോൾ അറിയാം ഇതിന് തീർച്ചയായിട്ടും ഇത് ആവശ്യമില്ല എന്ന്. ഭർത്താവിനെ പുറത്തിരുത്തി പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പെൺകുട്ടി തൊഴുത് പറയും, സാറേ എനിക്കിത് ചെയ്യല്ലേ എന്ന്. പിന്നെ തിരിച്ച് സാധാരണ ഞാൻ ചെയ്യുന്നത് തിരിച്ച് ഭർത്താവിനെ വിളിച്ചിട്ട് വർത്തമാനം പറഞ്ഞു തുടങ്ങും, പതുക്കെ പുള്ളിയുടെ മൂക്കിലോട്ട് വരും. അത് കഴിഞ്ഞ് നമുക്ക് അത് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് പുള്ളിക്ക് അത് വേണ്ട, പിന്നെ അവർ ബാക്കി വീട്ടിൽ ചെന്ന് തീർത്തോളും. സോ അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നമുക്ക് വേണ്ടി ചെയ്യണം. അതുകൊണ്ടാണ് അഡൽട്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ ടൈപ്പ് പ്രൊസീജിയേഴ്സ് ചെയ്യത്തുള്ളൂ.